അല്ല, എന്താടാ ചിത്ര വൈകിയത്? ഇന്നലല്ലേ ചോളോട് പറയുന്നേട്ടെന്നത് ഇന്ന് നേരത്തെ വരുന്നൊക്കെ. ഓ, ഇങ്ങക്ക് ഇത് എന്തിന്റെ അസുഖമ്മ? ഇന്നെങ്കിലും നിങ്ങൾ ഈ പഴയ സ്വഭാവം മാറ്റിക്കൂടാ? വെയിലെ പോയാലുണ്ട് ഒരു വിളി, ഞാൻ കാണിച്ച ഫോണിക്ക് വിളിച്ചോണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എടജി നേരത്തും കാലത്ത് ഈ പേരേക്ക് എത്തില്ല, പിന്നെ ഈ പേരയിലുള്ള എന്താ പേര് തൊഴിലുള്ളത്? അതല്ലേ ഞാൻ എന്നെ ഇടക്കും തലക്കും ഇങ്ങനെ വിളിക്കാൻ നിക്കണത്. അത് പണക്ക് തൊഴിലക്കേടായോ? ഓ, അതിനിമ്മ ഞാൻ നിങ്ങളെ പണ്ടത്തെ 5-6 വയസ്സുള്ള മകനല്ല. അത് നിങ്ങൾ മനസ്സിലാക്കാത്ത? ഇച്ച് 5-6 വയസ്സുള്ള മകൻ തന്നെയാണ്. നിങ്ങൾ അത് വിശ്വസിച്ച് നടന്നോളി. സത്യം പറഞ്ഞ തുണക്കാരടക്കം ഇന്നെ കളിയാക്കിലോടി നിങ്ങൾ ഈ ഫോൺ വിളിയോണ്ട്. നിങ്ങളെക്കൊണ്ട് ഇപ്പൊ ഒരു തൊഴിലക്കടായിട്ടുണ്ട്. ചെറിയ കുട്ടി എന്നാ വിചാരപ്പോഴും. പൂവിയെ ഇജ് ഇമ്മനെ ഒന്ന് കൊണ്ടേക്ക, എന്നിട്ട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇങ്ങക്ക് ഓരോ പണിയെടുത്ത് നടന്നാ പോരെന്നമ്മ. വെറുതെ ഓരോ തൊള്ളയത്ത് ഓരോന്ന് കേട്ടപ്പോ സമാധാനായില്ലേ? ഓൻ ചെറുപ്പത്തിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ഓർക്കുമ്പോഴേ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുകയാണ്. ഉപ്പാക്കാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ പണി ഉണ്ടെങ്കിലായി. എന്നാലും സന്തോഷത്തിലുള്ളൊരു ജീവിതമായിരുന്നു. മൂത്ത 2 പഠിപ്പ്, ഓലെ കല്യാണം, ഓലെ പ്രസവം, അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റെ സൂക്കട് ഒക്കെ കഴിഞ്ഞിപ്പോൾ പോയി. എന്നാലും ഓനൊറ്റ മകനായതുകൊണ്ട് ഓന് വേണ്ടോളം ലാളനെ കിട്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ പോയത് കേട്ടോ. അതൊന്നും ഓന് പറഞ്ഞാൽ മനസ്സിലാവൂല. എൻ്റെ അമ്മ, ഇപ്പോഴും ഈ സെന്റിമെന്റ്സ് ഒക്കെ കൊണ്ട് നടക്കുക? മക്കള് വലുതായ പിന്നെ എല്ലാ കുടുംബങ്ങളിലും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓന് വലുതായ പിന്നെ ഓൽക്കും ഉണ്ടാവില്ല ഓരോ ജീവിതവും കാര്യങ്ങളൊക്കെ. അതൊന്നും കൊണ്ടു നടക്കാൻ നിൽക്കണ്ട. എപ്പ തുടങ്ങിയ ഫോണിക്ക് നോക്കലാടാത്? അനക്കല്ലേ തലവേദനയെന്ന് പറഞ്ഞത്? മതിയാ ഫോണിക്ക് നോക്കിയത്. ഓ, തുടങ്ങി ഓരോന്ന്. നിങ്ങക്ക് നിങ്ങളെ പണി നോക്കിയാ പോരെ? ഓരോ ഉപദേശമായിട്ടിട്ട് വരും, ഒന്നും അറിയൂല. ഒന്ന് പോയി തരും അവിടുന്ന്. അനക്ക് എന്തേലും തിന്നാൻ വേണ്ടേ? ഒന്നും തിന്നിട്ടില്ലല്ലോ. തലവേദനയൊന്നും പറഞ്ഞിട്ടൊരു വെള്ളവും കുടിച്ചിട്ടില്ല. എന്തേലും തിന്നടുത്തേക്കട്ടെ? ഓ, എനിക്ക് വേണേ ഞാൻ വന്ന് തിന്നോളാം. വല്ലാത്തൊരു ശല്യം തന്നെ അത്. നീ പണ്ടത്തെ പേരും പറഞ്ഞ ഊറ്റി തരാൻ നിക്ക നിങ്ങള്. എടാ, ഇജ്ജ് നീക്കണില്ലേ? നേരം കൊറേക്കണല്ലോ.
എന്താ ചെക്കൻ നിൽക്കാത്ത? എന്തടാ സുഖല്ലേ എനിക്ക്? ഒന്ന് മാറിക്കാണി അവിടുന്ന്. എനിക്ക് നല്ലോണം പനിക്കണുണ്ടല്ലോ. അപ്പൊ എന്താ എനിക്കൊന്ന് വിളിച്ചുകൂടേനിയോ, ഒന്ന് പറഞ്ഞൂടേനിയോ? ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ? നിങ്ങൾ ഡോക്ടറെ എന്റെ പനി മാറ്റാന് എന്നിട്ട് മാറിക്ക ഞങ്ങൾ അവിടെ നിന്ന്. ഇതൊന്നും വേണ്ട. ഇല്ല ഇല്ല ചോറെടുത്താണ്. അല്ലേ കാണാ കേറിയ ബസ്സിന് ചോറുന്നില്ല ചോദിച്ചിട്ട് ഇപ്പൊ എവിടെ പോയി? മരിച്ചിടോ? എവിടെയും കാണാനും ഇല്ലല്ലോ. ഇമ്മ വെയിലപ്പോ ഇമ്മ തീറ്റയും കൂടിയൊക്കെ ഉണ്ട്. സുഖമായിട്ട് കിടക്കുക നിങ്ങള്? ഇമ്മ നിങ്ങളിപ്പോ തീറ്റയും കൂടിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങല്ലേ ഇവിടെ? ചാണി പയിച്ചിട്ട് വെച്ചമ്മ ചോറ് കണ്ടി നിങ്ങള്? ഇമ്മ ഇത്ത പനിച്ചിട്ടുണ്ടോ? നല്ല പനിയാണല്ലോ പഠിച്ചോനെ ഉമ്മാക്ക്. നിങ്ങളൊരു ദിവസം എത്രങ്ങാനും വട്ടം വിളിച്ചിട്ടാണമ്മ? ഒരു 10-15 പ്രാവശ്യം വിളിച്ചല്ലേ? നിനക്ക് പനിയാണെങ്കിൽ എന്നോട് പറഞ്ഞൂടെന്നോ? നമ്മുടെ ഉമ്മമാർ ഒരു നിമിഷം നമ്മുടെ കൂടെ ഇല്ലാതാവുന്ന സമയത്താണ് അവരുടെ വില നമുക്ക് മനസ്സിലാവുന്നത്. എപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ശല്യമായി തോന്നാം.